ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു ബേസ് ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ നൗ അറിയാം. അസറ്റ്സ്, ലൈബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. നമ്മൾ ആലിസ് എന്നുള്ള അബ്രീവേഷനൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. സോ നമുക്ക് അതെന്താ അത് ഇൻ ഡീറ്റെയിൽ കവർ ചെയ്യാം. ഓക്കെ, സോ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ലാസ്റ്റ് വീഡിയോന്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഓരോന്നും നമുക്ക് നോക്കാം. ദീസ് എലമെന്റ്സ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനീസ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. സോ ഈ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, ഒന്നിനെ ബാലൻസ് ഷീറ്റ് ഐറ്റവും പിന്നെന്താ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ. ഇതാ ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും. സോ പൊസിഷൻ എലമെന്റ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഒരു കമ്പനീൻ്റെ പൊസിഷൻ, കറന്റ് ഉള്ള പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു കമ്പനീൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ, അവർ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആ ഐറ്റംസിനാണ് നമ്മളിവിടെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. ഇതെന്താ നമുക്ക് ഓരോന്നും നോക്കാം. ഓക്കെ, സോ ഇപ്പം തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും, ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മൂവിങ് ഫോർവേഡ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീങ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ ഒന്നാമത്തെ നമുക്ക് നോക്കാം. അസറ്റ്. എന്താ അസറ്റ്? അസറ്റ് എന്താ നിങ്ങൾ സിംപ്ലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പറയും സ്വത്ത് എന്നൊക്കെയാണ്. മുമ്പ് ഞാൻ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആവുന്നതിന് മുമ്പ് അതൊരു അസറ്റാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സ്വത്താണ് എന്നാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആയതിനു ശേഷം എന്താണ് അസറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടിപ്പിക്കൽ ആൻസറാണ്, നമുക്കത് പറയാൻ പറ്റില്ല. അസറ്റിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. റിസോഴ്സ് കൺട്രോൾ, ഇവിടെ നമുക്ക് പ്രസൻറ്റ് റിസോഴ്സ് വേണം കേട്ടോ. പ്രസൻറ്റ് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി, കൺട്രോൾഡ് ബൈ ദ കമ്പനി ദാറ്റ് പ്രൊവൈഡ്സ് പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്. ഒരു കമ്പനിക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് തരുന്ന പ്രസൻ്റ്ലി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഐറ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു അസറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും എന്താ ഈ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്നുള്ള. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റിനെ ഞാൻ ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇൻകം ഭാവിയിൽ കൂട്ടും, ഒന്നെങ്കിൽ നമ്മുടെ ഇൻകം നമുക്കുള്ള വരവ് ഭാവിയിൽ ഇത് കാരണം കൂടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചിലവിനെ കുറക്കും. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഈ ഒരു ബിൽഡിംഗ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബിൽഡിംഗ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ബിൽഡിങ്ങിൽ എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേറൊരു പാർട്ടിക്ക് റെൻറ്റിന് കൊടുത്തു. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്തു, വേറൊരു പാർട്ടിക്ക് റെൻറ്റിന് കൊടുത്തു. സോ ഈ പാർട്ടി ഇനി എന്ത് തരും, എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് തരും അല്ലേ. ഈ പാർട്ടി എന്ത് തരും, എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് തരും. അപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ക്യാഷ് കിട്ടുന്നുണ്ട്, എനിക്ക് റെൻ്റായിട്ട് ഈ ഒരു ക്യാഷ് കിട്ടുന്നുണ്ട്. സോ ഈ ബിൽഡിങ്ങിന് എനിക്ക് എന്താ പറയാൻ പറ്റും, ഇതൊരു അസറ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എൻ്റെ ഇൻകം കൂട്ടി, ഭാവിയിൽ എൻ്റെ ഇൻകം കൂട്ടിയത് കൊണ്ട് അതിന് ഒരു അസറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇതൊരു സിറ്റുവേഷൻ. ഇനി ഇതല്ല, ഞാൻ ചിന്തിച്ചു ഇതെന്തിനാ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്, ഇവിടെ എനിക്ക് തന്നെ കച്ചവടം ചെയ്തുകൂടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനി എൻ്റെ ബിസിനസ്സാണ്, ഞാൻ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ബിൽഡിംഗ് എൻ്റെതല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇത് റെൻറ്റിന് എടുക്കണമായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരു ബിൽഡിംഗ് എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, വേറൊരു പാർട്ടീൻ്റെ അടുത്ത് പോയി റെൻറ്റിന് എടുത്തിട്ട് അവർക്ക് റെൻറ്റ് കൊടുത്തിട്ട് വേണമായിരുന്നു പ്രവർത്തിക്കാൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ആ റെൻറ്റ് സേവ് ചെയ്യാൻ സാധിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ എക്സ്പെൻസിനൊന്ന് കുറക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇവിടെ ഒരു വേറെ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിന് ഒരു റെൻറ്റ് അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഇത് എൻ്റെ തന്നെ ബിൽഡിംഗ് ആയതുകൊണ്ട് ഈ റെൻറ്റ് എനിക്ക് കൊടുക്കേണ്ട വന്നാൽ അത് സേവ് ചെയ്യാൻ സാധിച്ചു, എൻ്റെ എക്സ്പെൻസിനെ കുറക്കാൻ സാധിച്ചു അല്ലേ. സോ ഒന്നെങ്കിൽ നമ്മുടെ ഇൻകത്തിനെ കൂട്ടണം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ കുറക്കണം. അതിനെ നമ്മൾ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയാം. സോ ഒരു അസറ്റ് ആണെങ്കിൽ അത് ഭാവി നിങ്ങളുടെ എന്താ പറയുക, ഇൻകത്തിനെ ഒന്നെങ്കിൽ കൂട്ടും അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറക്കും. അതിനാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ, നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് ടിപ്പിക്കലി പറയുന്ന എക്സാമ്പിൾസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഡെഫിനറ്റ്ലി അസറ്റ് ആണ്. അതേപോലെ ഇൻവെൻട്രി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സിനെ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയാം. ഇത് നാളെ വിറ്റിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് ഇൻകം വരും അല്ലേ. സോ ഈ ഇൻവെൻട്രി എന്താണ്, ഒരു അസറ്റ് ആണ്. അതേപോലെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ മെഷീൻസ് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ പ്രൊഡക്ഷൻ ചെയ്ത സാധനം വിറ്റിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. സോ എക്യുപ്മെൻറ്റും എന്താണ്, ഒരു അസറ്റ് ആണ്. ബിക്കോസ് ഇത് കാരണം എനിക്ക് ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും അല്ലേ.
ഓക്കെ. അതേപോലെ അക്കൗണ്ട് റെസീവബിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താണ് കടത്തിന് ഒരാൾക്ക് സാധനം കൊടുക്കുന്നത്, അയാൾ ഭാവിയിൽ പൈസ തരും. കടത്തിന് ഒരാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അയാളിൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യില്ലേ, സോ അവർ ഭാവിയിൽ തരും എന്നുള്ള പ്രതീക്ഷ പുറത്ത് നമ്മൾ എന്താ പറയുന്നത്, അക്കൗണ്ട് റെസീവബിൾ എന്ന് പറയുന്നത് കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു അസറ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് അസറ്റ്സിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അസറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ, റിസോഴ്സ് പ്രസന്റ് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ് ആൻഡ് ഇതിനെ കൊണ്ടൊരു ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കമ്പനിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യം, ഒന്നെങ്കിൽ നമ്മുടെ ഇൻകം കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ കുറക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് വെക്കാം. ഓക്കെ. സോ അസറ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തതാണ് ലയബിലിറ്റി എന്നുള്ളത്. ഈ അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. Probable future sacrifice of economic benefit arising from a present obligation to transfer an asset or provide services. സോ എന്താ ഇവിടെ പറയുന്നത്, ലൈബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ സെറ്റിൽ ചെയ്യണം. നേരത്തെ നമുക്ക് ഭാവിയിൽ ഇങ്ങോട്ട് കിട്ടും എന്നല്ലേ പറഞ്ഞത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നമുക്ക് എന്തോ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത കാര്യത്തിനാണ് ഒബ്ലിഗേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു രീതിയിലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിന് നമ്മൾ ഒബ്ലിഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഭാവിയിൽ നമ്മൾ സെറ്റിൽ ചെയ്യണം. ഭാവിയിൽ നമ്മൾ എങ്ങനെ സെറ്റിൽ ചെയ്യണം, ഒന്നെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഭാവിയിൽ സെറ്റിൽ ചെയ്യേണ്ട ഒബ്ലിഗേഷനാണ് നമ്മൾ എന്ത് പറയുക, ലൈബിലിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ലോണ്. ഓക്കെ, നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു $5 ലക്ഷം ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഒരു $5 ലക്ഷം. ഈ ലോൺ എടുത്തിട്ട് ഞാൻ ഭാവി പറയാനുള്ള എനിക്ക് തരാൻ പറ്റില്ല, ബാങ്കിൻ്റെ ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ, ഇല്ല, ഞാൻ നിർബന്ധമായിട്ട് അത് കൊടുത്തിട്ടുണ്ടാവണം. സോ ഇതിനാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുക. ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ബാധ്യതകൾ നമ്മൾ ഒബ്ലിഗേഷൻ എന്ന് പറയുക. ഈ ഒബ്ലിഗേഷനാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മൾ ഇത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, നമ്മളതിൽ ഒരു എക്കണോമിക് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, നമ്മളതിലുള്ള ക്യാഷ് അവർക്ക് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ എന്താണ് അസറ്റ്, എന്താണ് ലൈബിലിറ്റി നമ്മൾ പറഞ്ഞു. ലൈബിലിറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് പേയബിൾ, ഈ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്താ സംഭവിച്ച്, നമ്മൾ കടത്തിന് ഒരാൾക്ക് സാധനം കൊടുത്തിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് കാത്തിക്കുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ കടത്തിന് ഒരാളെ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ തരാട്ടോ എന്ന് പറയുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോട്ട്സ് പേയബിൾ, അതേപോലെ ബോൺസ് പേയബിൾ, അതേപോലെ ബാങ്ക് ലോൺ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നോട്ട്സ് പേയബിൾ, ബോൺസ് പേയബിൾ, ബാങ്ക് ലോൺ ഒക്കെ സംവാട്ട് സിമിലർ ആണ്. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭാവിയിൽ സെറ്റിൽ ചെയ്യേണ്ട വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയാം. ഓക്കെ. ഇനി ലാസ്റ്റ് കാര്യം, ഈ അസറ്റും ലൈബിലിറ്റിയും പറഞ്ഞ് മനസ്സിലാക്കാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം ഈ അസറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്ന ടെർമിനോളജി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല കേൾക്കുന്നത്, ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. സോ ഇക്വിറ്റി എന്ന് പറയുമ്പം ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ലൈബിലിറ്റീസ്. സോ ദ റെസിജ്വൽ ഇൻട്രസ്റ്റ്, ദ ടേം ഓർത്ത് വെച്ചോ, റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ആൻ അസറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഇറ്റ്സ് ലൈബിലിറ്റീസ് എന്നുള്ളത്. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വീട്. ഓക്കെ. സോ ഈ ഒരു വീട് ഒരു അസറ്റാണ്, ഡെഫിനറ്റ്ലി ഈ ഒരു വീട് ഒരു അസറ്റാണ്. ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടു. ലെറ്റ്സ് സേ ഞാൻ ഒരു 7 lakhs അല്ലെങ്കിൽ 7 lakhs ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് ഞാൻ എന്ത് ചെയ്തു, ഒരു 7 lakh ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ. ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 7 lakhs മതിയായിരുന്നില്ല. ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 lakh മൊത്തമായിട്ട് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 7 lakh, എൻ്റെ കയ്യിലുള്ള മൊത്തം പൈസ ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ബാക്കി 3 ലക്ഷം ഇവിടെ നിന്ന് ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കി എന്നാൽ ബാങ്ക് പോയിട്ട് കട എടുക്കാം. ഓക്കെ. ഞാൻ എന്ത് ചെയ്തു, ബാങ്ക് പോയിട്ട് ഞാൻ കട എടുത്തു. ഞാൻ ബാങ്ക് പോയിട്ട് ഒരു 3 lakh അവിടെ നിന്നും കട എടുത്തു. ഓക്കെ. അങ്ങനെ ഇൻ ടോട്ടൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട് നിർമ്മിച്ചു. ഈ വീടിന് മൊത്തമായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ചിലവ് എന്ന് പറയുന്നത് എത്രയാ, 10 lakh ആണ്. ഓക്കെ. 10 lakh ആണ്. സോ 10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വീടുണ്ടാക്കി. ഓക്കെ. ഇതാണ് സിറ്റുവേഷൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇക്വിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊത്തം അസറ്റ്സ് എടുക്കുക, നമ്മുടെ കയ്യിലുള്ള മൊത്തം അസറ്റിൻ്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നും ലൈബിലിറ്റി കുറച്ചിട്ട് എന്താണോ ബാക്കിയുള്ളത് അതിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഈ കേസിൽ നിങ്ങൾ ചിന്തിക്കാം, ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണല്ലോ എൻ്റെ വീട്. പെട്ടെന്ന് എനിക്ക് കുറച്ച് ഇഷ്യൂസ് വന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ഈ വീട് വിറ്റൊഴിവാക്കാം. ഈ വീട് ഇപ്പം ഞാൻ വിറ്റൊഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ പറയുന്ന പോലെ 10 ലക്ഷം കിട്ടില്ല. എനിക്ക് 10 ലക്ഷം കിട്ടിയാൽ കൂടെ ഞാൻ എന്ത് ചെയ്യണം,
അതിൽ 3 ലക്ഷം ബാങ്കിന് കൊടുക്കണം. സോ നെറ്റ് ഇഫക്റ്റ് എനിക്ക് എന്താ കിട്ടുക? ഒറിജിനലി എൻ്റെ കയ്യിൽ എനിക്ക് ക്യാഷ് ആയിട്ട് എത്ര കിട്ടുള്ളൂ? 7 lakhs കിട്ടുള്ളൂ. സോ ഇക്വിറ്റി പോർഷൻ എന്ന് പറയുന്നത് മൊത്തം അസറ്റ്സിൽ നിന്നും നമ്മൾ കൊടുത്തൊഴിവാക്കാനുള്ള ലൈബിലിറ്റീസ് കൊടുത്തിട്ട് എന്താണോ ബാക്കിയുള്ളത് അതിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഈ റെസിജ്വൽ എന്നുള്ള ടേമിൻ്റെ അർത്ഥം തന്നെ എന്താ? ബാക്കിയുള്ളത് എന്നാണ്. റിമൈനിങ് എന്നുള്ള മറ്റൊരു ടേമാണ് എന്ത് പറയുന്നത്? റെസിജ്വൽ എന്ന് പറയുന്നത്. സോ the residual interest in assets after deducting all the liabilities, എല്ലാ ലൈബിലിറ്റീസും കൊടുത്തൊഴിവാക്കിയതിന് ശേഷം എന്താണോ ബാക്കിയുള്ളത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. അസറ്റ്, ലൈബിലിറ്റി, ഇക്വിറ്റി. ഈ 3 കാര്യങ്ങളോട് കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? നമുക്കൊരു കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആദ്യത്തെ 3 എലമെൻറ്റ്സ് അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, ഇക്വിറ്റി എന്താണെന്നുള്ള ഒരു വെയ്ഗ് ടെർമിനോളജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോമൺ സ്റ്റോക്ക്, റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പം ഇതുപോലെ വേറെ പറയാനുണ്ട്. അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ഫോർ ദ ടൈമിങ് ഈ ബേസ് ക്ലാസ്സിൽ പറയുന്നതിന് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് മൂവിങ് ഫോർവേഡ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള 2 എലമെൻറ്റ്, ഇൻകം, എക്സ്പെൻസ് എന്ന് പറഞ്ഞ 2 എലമെൻറ്റ്സും കൂടി ഉണ്ട്. ആ 2 എലമെൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.